പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു ചലഞ്ചിന് തുടങ്ങുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാഫായിട്ടുള്ള നെസ്സി പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചലഞ്ചിന് തീരുകയാണ്. ഇവർ പറയുന്നത് 5 ദിവസം നിങ്ങൾ മസിലൊക്കെ പിടിച്ച് സാധാ ഡോക്ടർമാർ നിൽക്കണം എന്നാണ് പറയുന്നത്. ഈ ചലഞ്ച് ഞാൻ പൂർത്തീകരിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. 5 ദിവസം ഞാൻ മസിൽ പിടിച്ച് സാധാ ഡോക്ടർ ഇത് പലരും ഒരു മിസ്കൺസെപ്റ്റാണ്, ഡോക്ടർമാരായാലും ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കണം എന്നുള്ളത്. എന്താണ് സുമി നിനക്ക് പറയാനുള്ളത്? മസിൽ പിടിച്ച് നടക്കണോ വേണ്ടയോ? ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മസിൽ പിടിച്ച് നടക്കുക എന്ന് പറയുന്നത് ഡോക്ടർമാർ അങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കിയൊരു മിസ്കൺസെപ്റ്റാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഈ ചലഞ്ചിൽ നിന്ന് ഞാൻ പിന്തിരിയാണ്. നെസ്സി പറഞ്ഞ ആ ചലഞ്ച് പൂർത്തീകരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ മസിൽ പിടിച്ച് നടക്കുമ്പം എനിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്നിൽ എന്താവും? ഹാപ്പിനെസ്സിൻ്റെ ഹോർമോണ് ഞാൻ ത്യജിക്കേണ്ടി വരും. ആ ത്യജിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നഷ്ടം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറയേണ്ടായി, ജസീൽ എന്നാന്ന് തോന്നുന്നു ഡോക്ടറുടെ പേര്. അവരുടെ കൺസൾട്ടിങ് റൂമിൽ കാർഡിയോളജിസ്റ്റാണ്. പാട്ടുകളൊക്കെ ഇട്ടിട്ടാണ്, പാട്ടൊക്കെ പാടിയാണെന്ന് പറഞ്ഞു. അത് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സർജറി ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ പാട്ടിട്ടിട്ടൊക്കെ ആയിരിക്കും സർജറി ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ചലഞ്ചിൽ ഞാൻ ഒഴിയുകയാണ് മക്കളെ, ഒഴിയുകയാണ്.